ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു പൈനാപ്പിൾ ജ്യൂസ് റെഡിയാക്കാം കേട്ടോ. നമ്മൾ വെറുതെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അതേ രീതിയിൽ ജെല്ലി പോലത്തെ ഒരു സംഭവം കേട്ടോ. ജെല്ലി അല്ല, ചൈന ഗ്രാസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് വാങ്ങിച്ചത് 10 ഗ്രാമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 1/4 ഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതായത് 2.5 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞ് ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലില് പാട കെട്ടരുത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചൈന ഗ്രാസ് കുതിർത്തിയത് അതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ചൈന ഗ്രാസ് കംപ്ലീറ്റ് മെൽറ്റായി വരണം. ഇപ്പൊ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം. പഞ്ചസാര ഇട്ടെടുത്തത് വീഡിയോയിൽ റെക്കോർഡ് ആയില്ലായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 തുള്ളി പൈനാപ്പിൾ എസെൻസ് ആണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പൈനാപ്പിൾ എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അത് 2 ഡ്രോപ്പ് ഇട്ടെടുക്കാം കേട്ടോ. വീണ്ടും ഞാൻ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഒരു പകുതി ആയിട്ടുണ്ട് പാല്. 1 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരുന്നത്. അതിന്റെ പകുതി 1/2 കപ്പോളം ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് തിക്നെസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് വേണം ഒരു പരന്ന പാത്രത്തിലേക്ക് ചൂടിന് തന്നെ ഒഴിച്ചു വെക്കാൻ. ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. നന്നായിട്ട് സെറ്റ് ആയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നോമ്പിന് ചെയ്തൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അതായത് രാവിലെ ചെയ്ത് വെച്ചായിരുന്നു. നോമ്പ് തുറക്കാൻ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് അതിലേക്ക് ഇടാണ് ചെയ്തത്. ജെല്ലിയുടെ ആ ഒരു സ്ട്രക്ചർ അല്ല കേട്ടോ. വളരെ സോഫ്റ്റ് ആണ്. വായിലിട്ട് ഇങ്ങനെ അലന്നു പോകുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത്. എന്ന് വെച്ച് വെള്ളത്തിലിട്ട് കളക്കി കഴിയുമ്പോൾ അത് അതിൽ കിടന്ന് അലരൊന്നുമില്ല. കംപ്ലീറ്റ് വരഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതായിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പൈനാപ്പിളിന്റെ ആ നാരൊക്കെ ഉണ്ടല്ലോ, ഉള്ളിലേക്ക് നന്നായിട്ട് ചെത്തി കളയാട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കേണ്ടി വരില്ല. നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും. ഇതിന് ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പൈനാപ്പിളിന്റെ താഴെയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇതിന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെൽസ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സിന് പകരമായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കയറി നോക്കുക. വീഡിയോസുകൾ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നോമ്പിന്റെ സമയത്തും പെരുന്നാളിന്റെ സമയത്തൊക്കെ ആയിട്ട് കുറച്ച് സമയം വീഡിയോസ് ഇടാൻ ഇച്ചിരി ഡിലേ വന്നായിരുന്നു. നമ്മൾ ഒരു ദിവസത്തിന് ഇടവിട്ടൊക്കെ ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണാം. താങ്ക് യു ഓൾ.